മനോജ, കഴിഞ്ഞ 2-3 ദിവസം മുൻപ് വരെ ഞാൻ കഴക്കൂട്ടം അതുപോലെ തന്നെ ഈഞ്ചക്കൽ റോഡ് വരുന്നത് ഹൈവേ കയറിയാണ് വരുന്നത്. NH-66 പണി പൂർത്തിയായ ആ ഒരു റോഡ് വഴിയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ അഭിമാനത്തോടെ വരികയായിരുന്നു, വിശ്വാസപൂർവ്വം വരികയായിരുന്നു, ഭയങ്കര സ്പീഡിലൊക്കെ വണ്ടിയിൽ വരികയായിരുന്നു. പക്ഷേ 2 ദിവസങ്ങൾക്ക് ശേഷമുണ്ടായ വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നെഞ്ചിടിപ്പോട് കൂടി അല്ലാതെ നമുക്ക് ഒരു പക്ഷേ അതിൽ കയറി വരാൻ പറ്റില്ല എന്നൊരവസ്ഥ ഇപ്പോൾ കോഴിക്കോടും മലപ്പുറത്തും എല്ലാം രേഖപ്പെടുത്തി, അതുപോലെ തന്നെ ചാവക്കാടും ഇപ്പോൾ രേഖപ്പെടുത്തിയ വാർത്തകളനുസരിച്ച് കാഞ്ഞങ്ങാടെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ മഴക്കാലം പോലും എത്തിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് വിശ്വസിച്ചിനി അതിൽ കയറും, നമ്മൾ സേഫ് ആണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് എവിടെയാണ് പിഴച്ചത്, ആർക്കാണ് പിഴച്ചത്, എന്താണ് ഇവിടെ പറ്റിയത്, അങ്ങനെ കുറെ കാര്യങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം കൂരിയാടുണ്ടായ പ്രശ്നം അത് മാത്രം നമുക്ക് നോക്കുമ്പോൾ, ആ ഒരു പ്രശ്നം മാത്രം സ്പെസിഫിക് ആയിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കൺസ്ട്രക്ഷനിലെ പാളിച്ചകൾ മനസ്സിലാക്കാം. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് മെറ്റീരിയൽ കൊണ്ടല്ല പ്രശ്നം ഉണ്ടായത്, ഭൂമിയിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ കാരണം ആ പാലം തകർന്നത്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയേണ്ടത്. മെറ്റീരിയൽ കൊണ്ടുള്ള പ്രശ്നമല്ല, ഇവിടെ വീണ്ടും അത് പറയുന്നുണ്ട്. അവിടെ ഉണ്ടായ സംഭവം 2 ഹിൽ പ്ലേസിലാണ് ഈ ഒരു ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. തൂണുകൾ വന്നിരിക്കുന്നതിന്റെ നടുക്കൊരു ബേസിൻ റോഡ് എന്നുള്ള രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. അവിടെ സമ്മർദ്ദം ഏറുകയാണ്. ഇപ്പൊ ഭാരം ഏൽക്കുന്നതനുസരിച്ച് സമ്മർദ്ദം ഏറുകയാണ്. നേരത്തെ പറയുന്ന പോലെ തന്നെ ഭൂമി തെന്നി മാറിയിട്ടാണ് ആ ഒരു അപകടം ഇരുന്ന് പോവുക. ആ ഒരു തൂണി ഇരുന്ന് പോയി അത് മറ്റൊരു മണൽ കൂമ്പാരമായിട്ട് മാറുന്നു, വയൽപ്രദേശം അങ്ങനെ ഉണ്ടാവുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങൾ നേരത്തെ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചു. ഇത് ഒരു വൈദഗ്ധ്യമുള്ളവരല്ല, എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളൊന്നും അറിയാത്തവരാണ് സാധാരണക്കാർ. ഇവിടെ അന്ന് മുതലേ പറയുന്നുണ്ട്. അതിന്റെ ഈ ഒരു പരാതി വ്യാപകമായതിനെ തുടർന്ന് ഒരു കമ്മീഷനൊക്കെ നിയോഗിച്ചെന്ന് തോന്നുന്നു. പക്ഷെ അതൊന്നും വാർത്തകളായില്ല. ഇതൊക്കെ വാർത്തകളാകുന്നത് ഇതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അപകടം വരുന്നത് വരെ കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മാത്രമല്ല ക്രെഡിറ്റ് പറഞ്ഞു നടിച്ചവർ, ഇപ്പം ഈ ഒരു സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ അതിനകത്ത് കേന്ദ്ര സർക്കാരിനെ രണ്ടുപേരും ഒരേപോലെ കുറ്റപ്പെടുത്തേണ്ടതുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച നമ്മൾ പറയേണ്ടതുണ്ട്. മിനിസ്ട്രി ഓഫ് ഇന്ത്യ, റോഡ് ട്രാൻസ്പോർട്ട് ഇന്ത്യ, ഇതിനകത്തൊരു സൂപ്പർവിഷന് വേണ്ടി അവർക്കൊരു ഇൻഡിപെൻഡന്റ് ഏജൻസിയെ നിയോഗിക്കുകയായിരുന്നു. അപ്പോൾ അവരാണ് വന്നത് പഠിക്കേണ്ടത്. സേഫ് ആണോ, ഈ ഭൂമി ഇത് താങ്ങുമോ, ഈ റോഡ് താങ്ങാനുള്ള ശേഷി ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് അവരാണ്. ഇപ്പൊ റിയാസ് പറഞ്ഞിട്ടുള്ളത് ഇവരോടൊപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് കേരളത്തിലെ ഓരോ ഏരിയയും പോയി കണ്ട് പഠിച്ച് കൃത്യമായിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി ചേരിതിരിഞ്ഞ് നിൽക്കേണ്ട 2 സർക്കാരുകളും ഇതിനകത്ത് പങ്കുണ്ട്, തുല്യ ക്രെഡിറ്റ് ഇതിനകത്ത്. ഇപ്പം എങ്ങനെയാണോ ക്രെഡിറ്റ്, ഇതിന് ക്രെഡിറ്റ് ഏൽക്കുന്നു. ഇപ്പം 25% ലാൻഡ് അക്വിസിഷന് വേണ്ടി ചെലവാക്കി എന്ന് പറയുന്ന കേരള സർക്കാർ അതുപോലെ തന്നെ ഇതിന്റെ കുറ്റങ്ങളും നേരിടുന്നു. മാത്രമല്ല കേന്ദ്ര സർക്കാരിനും ഇതിന് ഒരുപോലെ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരുന്നുണ്ട്. അതിന് യോഗ്യരാണ് അവരും ഉണ്ടെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇനി പേടിക്കേണ്ടത് ഈ റോഡുകളിലൂടെ നമുക്ക് ഇനി വിശ്വസിച്ച് പോകാനാകുമോ, ഇതിനുള്ള പാളിച്ചകൾ എന്തൊക്കെയാണ്? മനുജയുടെ അഭിപ്രായം എന്താണ്? ശരത്, ഇതിനകത്ത് ഞാൻ വളരെ വിഷമത്തോടെയാണ്. കാര്യം ഒരു റോഡ് വികസനം എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള വികസനത്തിന്റെ മാനദണ്ഡം തന്നെയാണ് റോഡ് വികസനം. പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ കന്യാകുമാരി മുതൽ പനവേൽ വരെ നീണ്ടു നിൽക്കുന്ന NH-66 സത്യത്തിൽ കേരളത്തിന് വലിയൊരു ഭൂപ്രദേശത്തോട് മുഴുവനായി കടന്നു പോകുന്നു. അതിൽ കേരള സർക്കാർ ലാൻഡ് അക്വിസിഷന് വേണ്ടി വളരെയധികം എഫേർട്ട് എടുത്ത് എനിക്ക് 6000 കോടി രൂപയോളം കേന്ദ്രത്തിൻ്റെ ഫണ്ടിലേക്ക് കേരളവും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും തുല്യ അളവിലല്ലെങ്കിൽ പോലുമുള്ള അത് മികച്ച രീതിയിൽ വന്നിരുന്നെങ്കിൽ ക്രെഡിറ്റ് എടുക്കാമായിരുന്ന ഒന്നായിരുന്നു. അതവർ ചെയ്തിട്ടുമുണ്ട്. അത് മുഹമ്മദ് റിയാസിന്റെ ഫ്ലെക്സുകൾ എല്ലാ പ്രദേശങ്ങളിലും വെച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചു, കേരളത്തിന്റെ ഭൂപരിസ്ഥിതിയെ മനസ്സിലാക്കാതെയുള്ള കൺസ്ട്രക്ഷൻ രീതികൾ പലയിടങ്ങളിലും 50 അടിയോളം പൊക്കത്തിൽ മണ്ണടിച്ചുകൊണ്ട് ആണ് ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് കൂരിയാട് എന്നുള്ള പറയുന്ന പ്രദേശത്ത് അവർ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നത് ഇതൊരു വയൽ പ്രദേശമാണ്. ആ വയൽ പ്രദേശത്ത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ റോഡുകൾ കൺസ്ട്രക്ട് ചെയ്താൽ അത് മികച്ച രീതിയിൽ ഉണ്ടാവില്ല, അവിടെ വിള്ളലുകൾ ഉണ്ടാകും, മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന് ആളുകൾ ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞിരുന്നു. അവർ പറഞ്ഞത് ഇവിടെ വേണ്ടുന്നത് ഫ്ലൈ ഓവറാണ് എന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ പല രീതിയിൽ അത് റേസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പല രീതിയിൽ നിവേദനങ്ങൾ കൊടുത്തിരുന്നു. അവർ തന്നെ അത് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ആ നാട്ടിലെ ജനങ്ങളുടെ കൗൺസിൽ പോലെ അവരൊരു കമ്മിറ്റി പോലെ രൂപീകരിച്ചവരത് ഇത് ഇപ്പോഴും അവർ ആങ്സൈറ്റിയിലാണ്. കാര്യം നാഷണൽ ഹൈവേ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ സമീപത്തുള്ള വീടുകളെയും അത് ബാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നാട്ടുകാർ ഇതിനെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നു. ഇപ്പോഴും അവർ പേടിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ശരത്, അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൂരിയാട് എന്ന പ്രദേശം, പ്രത്യേകിച്ച് മലപ്പുറം മേഖലയിൽ കൂരിയാട്, കുറ്റൂര്, കൊളപ്പുറം എന്നീ പ്രദേശങ്ങളൊക്കെ അവിടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പാടശേഖരങ്ങളാണ്.
സത്യത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന അവരുടെ കാർഷിക സമൃദ്ധി ഒരുപാട് കർഷകരൊക്കെ ധാരാളമായുള്ളൊരു പ്രദേശമാണ്. ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായൊരു പ്രത്യേകത അതിങ്ങനെയാണ്. അതായത് ഈ മഴ പെയ്യുന്ന സമയത്ത് കടലുണ്ടി പുഴയിലെ ജലനിരപ്പ് സ്വാഭാവികമായും ഉയരുന്ന ഒരവസ്ഥയുണ്ടാകും. ഈ വലിയോറ എന്ന് പറയുന്ന പാടശേഖരത്തിൽ വെള്ളം എത്തുകയും അവിടെ കുറേ നമുക്കറിയാമല്ലോ കേരളത്തിൽ ഒരുപാട് നദികളും നീർച്ചാലുകളും തോടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വേങ്ങരത്തോട്, കൈതത്തോട് എന്നീ നീർച്ചാലുകൾ ഒഴുകി ഇത് പനമ്പുഴ കടവിൽ വെച്ച് വീണ്ടും അതെന്ത് ചെയ്യും, കടലുണ്ടി പുഴയിൽ ചെയ്യും. അതായത് ഒരു നീർച്ചാലുകൾ ധാരാളമായുള്ള ഒരു പ്രദേശമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് സ്വാഭാവികമായും കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ മണ്ണിടിച്ചിലുണ്ടാകുമെന്നും മണ്ണ് ഇരുത്തുമെന്നും അല്ലെങ്കിൽ ഈ കൊണ്ടുവന്നടിക്കുന്ന മണ്ണിൻ്റെ ഘടന, അതിൻ്റെ പശിമ, അതിൻ്റെ ബലം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പഠിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ കൺസ്ട്രക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇതിൽ അതിൻ്റെ സൈറ്റ് സൂപ്പർവൈസറോ അങ്ങനെയുള്ള പൊസിഷനിലിരിക്കുന്ന ആളുകളെ പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും നമുക്കൊരു നാഷണൽ ഹൈവേ പണിത് കഴിഞ്ഞാൽ അതിന് ഇൻഷുറൻസ് ഉണ്ടാകും, അത് പൊളിഞ്ഞു കഴിഞ്ഞാലുള്ള സാങ്കേതിക വശങ്ങളുണ്ടാകും. ഇത് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതുവരെ ഇത് പൂർണ്ണമായി തുറന്നു കൊടുത്തിട്ടില്ല. പൂർണ്ണമായി തുറന്നു കൊടുക്കുമായിരുന്നെങ്കിൽ ഒരുപാട് മരണങ്ങൾ സംഭവിക്കാവുന്ന ഒന്നായിരുന്നു. മാത്രമല്ല വലിയ കണ്ടെയ്നർ ലോറികളൊക്കെ ധാരാളമായി പോകേണ്ടുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് അതൊരു സാമ്പത്തിക ഇടനാഴി പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒന്നാണ് NH66. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ലോഡ് വരുമ്പോൾ ഈ റോഡ് താങ്ങുമോ എന്നുള്ളതാണ്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ മൺസൂൺ വരാൻ പോകുന്നതേ ഉള്ളൂ. മൺസൂൺ വരാൻ പോകുന്ന ഇടങ്ങളിൽ മാത്രമല്ല ഈ കൺസ്ട്രക്ഷൻ വേസ്റ്റുകൾ എല്ലായിടങ്ങളിലും കിടക്കുന്നുണ്ട്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ നീക്കിയിട്ടുണ്ടോ? മാത്രമല്ല വെള്ളം താഴാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ഈ വെള്ളത്തെ ചാനലൈസ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പറായിട്ടുള്ള മെക്കാനിസം അവർ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ സംശയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ള ആളുകളെ അവരെ സത്യത്തിൽ ഞാൻ പറഞ്ഞ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണമെന്നാണ്. കാര്യം ഇത് ജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതുകൊണ്ട് ടോൾ പിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് മാറാൻ സാധിക്കില്ല. അതോറിറ്റി പറയുന്നത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല മറ്റിടങ്ങളിൽ നിന്നാണ്. പക്ഷേ ജനങ്ങളുടെ ഫണ്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു ട്രാൻസ്പെറൻസിയുടെ കുറവ്, മാത്രമല്ല നാട്ടുകാരുടെ ആശങ്ക, അത് എൻ്റെ വീടിൻ്റെ മേലെ വരുമ്പോൾ മാത്രം എനിക്ക് ആശങ്ക ഉണ്ടാകുന്നില്ല. നാട്ടിലെ സാധാരണക്കാരുടെ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട്. അത് ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ അവിടെ പോയി പരിശോധിച്ചു എന്ന് പറയുന്ന മുഹമ്മദ് റിയാസിനും ഉത്തരവാദിത്തമുണ്ട്. അത് വലിയ രീതിയിൽ NH66 വലിയ രീതിയിൽ ഞങ്ങളുടെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞ് ആഘോഷിച്ചിരുന്ന BJP ലീഡ് ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന് തന്നെയാണ്. ഇപ്പം മനുജ ഇവിടെ ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ഏറ്റവും ലഘൂകരിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രദേശങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ അവിടെ അത്യാവശ്യം വേണ്ടിയിരുന്ന ഒരു ജിയോ ഫിസിക്കൽ സ്റ്റഡീസ് അവരുടെ ഭാഗം കൂടെ കേൾക്കുക. അവിടെ കൃത്യമായി നമുക്ക് ഈ പാലം നിർമ്മിക്കുക അല്ലെങ്കിൽ ഈ ഒരു റോഡ് നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ കുറേ പരിശോധനകൾ നടത്തണം. അതിനനുസരിച്ചുള്ള മെറ്റീരിയലുകൾ നൽകണം. ഇപ്പോൾ അടിയുറപ്പ് വേണമെങ്കിൽ അതനുസരിച്ചുള്ള സാധനങ്ങൾ ചെയ്യണം. മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം, പ്രളയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിലാണ് ഇതെന്ന് പ്രത്യേകം നോക്കുക. കാരണം അവിടെയൊക്കെ വീടുകൾ പണിയാൻ പറ്റില്ല, വയൽഭൂമികളാണ്, അതിനനുസരിച്ചുള്ള നികത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകൾ എന്തായാലും ഇവിടെ വരും. മാത്രമല്ല പ്രളയം ഇനിയും അത് മാത്രമല്ല നമുക്ക് നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം അൻപേ പരാജയമാണ് ഇവിടത്തേക്ക്. നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടൊരു വെള്ളം നമ്മൾ ഒഴുകി പോകാനൊരു ഇട വേണം. നമ്മുടെ മണ്ണിന്റെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒരു കെട്ടുറപ്പ് വേണം. എല്ലാം കൃത്യമായിട്ട് വന്നാൽ മാത്രമേ പറ്റുള്ളൂ. മാത്രമല്ല ഇത് തുറക്കാൻ വേണ്ടി പോവുകയാണ് പൂർണ്ണമായിട്ടും. അപ്പം ഇമ്പാക്റ്റ് കൂടും. അതിനു മുൻപ് തന്നെ നമ്മൾ ഇത് കേറേണ്ടതുണ്ടോ, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു സുരക്ഷാ പരിശോധന മുൻപ് ഇത് പരിശോധിച്ചിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത് അല്ലേ? അതിനുവേണ്ടി ഇവർ എത്രയോ ഫണ്ട് ഇറക്കിയിട്ടുണ്ടാവാം. അതെവിടെ പോയി? ആ റിപ്പോർട്ടുകൾ കയ്യിലുണ്ടോ? അപ്പോൾ നിങ്ങളുടെ പഠനം നടത്തിയതിന്റെ ഇത് ആക്ച്വലി ഇത് കേരളമായിരുന്നു. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കേന്ദ്ര ഏജൻസി വന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഇലക്ഷന് വേണ്ടി പ്രത്യേകം വരുന്ന ഒരു ഉപദേശക സമിതി പോലെയല്ല. കേരളം ഇവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് വിദഗ്ധ സമിതിയെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർ കേട്ട് അതനുസരിച്ച് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ കേരളത്തിന് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയില്ലേ? അതൊരു ചോദ്യം. കേന്ദ്രത്തിന് ഇത് സ്വന്തമായിട്ട് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലേ? അത് രണ്ടാമത്തെ ചോദ്യം. ഇത് രണ്ടും ഇല്ലാതെ എന്ത് ധൈര്യത്തിലാണ് ഇവർ ഇത് ഇറങ്ങി തിരിച്ചത്? ഈ ഒരു റോഡ് നിർമ്മാണത്തിന് പെട്ടെന്ന് തീർക്കാൻ. ഇപ്പോൾ ഇത് സമയബന്ധിതമായി തീർക്കാൻ വേണ്ടി പറഞ്ഞത് അത് മന്ത്രിയുടെ രീതിയിൽ അവർ പറയുന്നതാണ്. പക്ഷേ അങ്ങനെ സമയത്തിന് തീർക്കേണ്ടതാണോ ഇത്? കാരണം ഏറ്റവും കൂടുതൽ അപകടം പതിയിരിക്കുന്ന ഒന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ചുറ്റും ജനവാസം ഇല്ല, കീഴിലൊന്നും വീടുകളില്ല എങ്കിൽ പോലും ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടായത് നമ്മൾ നേരത്തെ കണ്ട വയൽ പ്രദേശങ്ങളിലാണ് ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടായത്. ഈ മണ്ണിരുന്നതിന്റെ മറ്റൊരു ഭാഗത്താണ് അത് മണൽക്കൂനകളായിട്ട് ഇത് ഉയർന്നത്. അപ്പൊ സമീപ പ്രദേശങ്ങളെ ആകെ അത് ബാധിക്കും. മാത്രമല്ല ഇനി ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? ഒരു നേരത്തെ പറയുമല്ലോ, ഇപ്പൊ ഒരു മുല്ലപ്പെരിയാറൊക്കെ നമ്മുടെ തലയ്ക്ക് മേലിൽ ഒരു ഭീതിയായിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റവും കേരളം അതിഭീകരമായിട്ട് മറ്റുള്ള പ്രദേശങ്ങൾ പോലുള്ള കേരളം അതിഭീകരമാണെന്ന് മറ്റേ മാധവ് ഗാഡ്ഗിലടക്കം പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ്, ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ് പല തരത്തിലും. അപ്പോൾ കേരളയിലടക്കം കൊണ്ടുവരാൻ നോക്കിയതാണ്. ഈ ഒരു റോഡ് പോലും താങ്ങാൻ ശേഷിയില്ലാത്ത ഇവിടെയാണ് കേരളയിലടക്കം കൊണ്ടുവരാനും നോക്കിയിട്ടുള്ളത്. അപ്പം കേരളം അത്രയും പരിസ്ഥിതി ലോലമായ ഒരു സ്ഥലത്ത് ഒരു നിർമ്മാണം കൊണ്ടുവരുമ്പോൾ അത്രയേറെ ശ്രദ്ധ, മുന്നൊരുക്കങ്ങളെല്ലാം നടത്തുന്നത്, കൃത്യം ഒരു ഹോംവർക്ക് വേണം, അതെല്ലാം കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ടുകൾ എവിടെ? ആ റിപ്പോർട്ടുകൾ നിങ്ങൾ എന്താണ് കണ്ടെത്തിയിട്ടുള്ളത്? മുഹമ്മദ് റിയാസ് വാക്കാൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പം അപ്പോൾ അദ്ദേഹവും അതിനകത്ത് പ്രതിസ്ഥാനത്ത്. ഇതിലിപ്പോ കോൺഗ്രസുകാർ മാത്രമാണ് ഇതിനെതിരെ പ്രതിഷേധിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് യുവജന സംഘടനകൾ, അത് SFI ആയിക്കോട്ടെ, DYFI ആയിക്കോട്ടെ, അത് BJPയുടെ ഈ പറഞ്ഞ ഏതെങ്കിലും ABP ആയിക്കോട്ടെ, ഏതെങ്കിലുമൊക്കെ സംഘടനകൾ ഇത്തരത്തിൽ കോമൺ മാന് പ്രശ്നമാകുന്ന സമയത്ത് പാർട്ടി നോക്കാതെ ഇറങ്ങാനും പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സർക്കാരിന് ഒരു തിരുത്തൽ ശക്തിയാകാൻ ഇങ്ങനെയുള്ള യുവജന സംഘടനകൾക്ക്, പോഷക സംഘടനകൾക്ക് സാധിക്കുകയുള്ളൂ. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, അതങ്ങനെ ചെയ്യത്തില്ല. അതിനുള്ള മാനസിക വലിപ്പം, അതിനെ ഉൾക്കൊള്ളാനുള്ള ശേഷിയൊന്നും ഇവിടുത്തെ ആൾക്കില്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ വികസനത്തിന് എതിരായി നിൽക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ ഇങ്ങനെ ഒരു AC റൂമിലിരുന്ന് സംസാരിക്കുന്ന എനിക്ക് എൻ്റെ സംവിധാനങ്ങളുണ്ടായത്, ഇവിടെ പണ്ടൊരു മലയുണ്ടായിരുന്നിരിക്കാം, അത് ഇടിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം, ഇവിടെ മണ്ണെടുത്തിട്ടുണ്ട്, ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻസുകളെല്ലാം വേണമെന്ന് പറയുന്ന, വാശി പിടിക്കുന്ന, മനുഷ്യൻ പുരോഗമിക്കണമെന്ന് പറയുന്ന, അവന് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാണെന്ന് പറയുന്ന ആൾ തന്നെയാണ്. അതൊരു ചെറിയ ഇഷ്ടിക എടുത്ത് വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയെ ചലഞ്ച് ചെയ്തത് നടക്കില്ല. പരിസ്ഥിതിയെ ചലഞ്ച് ചെയ്യണം. പക്ഷേ ഇത്രയധികം ടെക്നോളജിക്കലി നമ്മൾ എന്താ പറയുക അപ്സ്കിൽ ചെയ്തിട്ടും ഇത്രയധികം ശാസ്ത്രീയമായി പുരോഗമിച്ചിട്ടും നമ്മളുടെ ഇത്തരത്തിലുള്ള ടൂളുകളൊന്നും വെച്ച് നമുക്ക് ശാസ്ത്രീയമായി പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ കൺസ്ട്രക്ട് ചെയ്യാൻ മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ, നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? അവിടെ എന്താണ് പാളിപ്പോയത്, എവിടെയാണ് എന്ന് ഒരു തിരുത്തൽ ശക്തിയായി ഉത്തരവാദിത്തം സ്വന്തം നിലയിൽ ഏറ്റെടുത്ത്, അങ്ങനെയാണ് വേണ്ടത്. പറ്റിപ്പോയി, പക്ഷേ ഉത്തരവാദിത്വം സ്വന്തം നിലയിൽ ഏറ്റെടുത്ത് ആരാണോ ബന്ധപ്പെട്ടവർ, അതിന് കേരള സർക്കാർ തീർച്ചയായിട്ടും ഉത്തരവാദികളാണ്, കേന്ദ്ര സർക്കാർ ഉത്തരവാദികളാണ്, ബന്ധപ്പെട്ട അതോറിറ്റികൾ ഉത്തരവാദികളാണ്, ഏറ്റെടുത്ത് ഞങ്ങളിത് പരിഹരിക്കും എന്ന് ജനങ്ങളുടെ ജീവിതത്തിന് അഷുറൻസ് കൊടുക്കാൻ ഇവിടുത്തെ ആളുകൾക്ക് പറ്റിയില്ല എങ്കിൽ ഇത് വലിയൊരു കൊളാപ്സിലേക്ക് പോകും. വലിയൊരു തരത്തിലുള്ളൊരു കുംഭകോണം എന്ന് തന്നെ പറയേണ്ടി വരും. രീതിയിലേക്ക് ഇവിടെ വേണ്ടത്, നമുക്കിപ്പോൾ അനിവാര്യമായിട്ട് വേണ്ടത്, ഇനി ജനത്തിന് വിശ്വസിക്കാൻ വേണ്ടത് ഒരു സുരക്ഷാ പരിശോധന ഉടനടി തന്നെ പ്രഖ്യാപിക്കും. അത് സർക്കാരാണ് ആർജവം കാണിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം ഇത് കേന്ദ്രത്തെ സംബന്ധിച്ച് അവർക്ക് എത്രയോ കിലോമീറ്ററുകൾ ഉള്ള ഈ ഒരു ഇതിനകത്തുള്ള ഒരു ഘടകം മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിലൂടെ പോകുന്ന 678 കിലോമീറ്റർ കേരളത്തിൻ്റെത് മാത്രമാണ്. അത് മറ്റാരും ചിലപ്പോൾ അതിന്റെ ചോദിക്കാൻ വരണമെന്നില്ല. അപ്പം നമ്മുടെ ഭരണാധികാരികൾ അറിയിച്ചാൽ അത് അതിന്റെ അതെ, അന്ന് കാറിലുണ്ടായിരുന്ന വലിയ രീതിയിൽ കട്ടകൾ വന്ന് വീണപ്പോൾ കാറിലുണ്ടായിരുന്ന ഒരാൾ മരിച്ചിരുന്നെങ്കിലും സ്ഥിതി മാറിയേനെ. അപ്പോൾ ഇതിനകത്ത് കൃത്യമായി ഇപ്പോൾ തന്നെ പറയാം, ഇനിയെങ്കിലും ജനങ്ങൾക്ക് സ്വൈര്യമായി ഇപ്പോൾ അവരുടെ മനസ്സിലുള്ള ആശങ്കകൾ അകറ്റാൻ ഒരു സുരക്ഷാ പരിശോധന അത്യാവശ്യമാണ്. അത് ഉടനടി തന്നെ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ സർക്കാർ ഇതൊക്കെ ചെയ്യാൻ, നമ്മൾ പറയാതെ തന്നെ ഇതൊക്കെ അവർ മുൻകൂട്ടി പ്രഖ്യാപിക്കേണ്ടതായിരുന്നു ഇതൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ. അപ്പോൾ അവിടെയും രാഷ്ട്രീയം കലരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. രാഷ്ട്രീയം മാറ്റി നിർത്തി ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും അവിടെ പ്രാധാന്യം കൊടുക്കുക. ഇനി അതും നമ്മൾ പറഞ്ഞു കിട്ടേണ്ട ഒരു വിവേകമല്ല അവർക്ക്. അവർ ഇതിനോടകം തന്നെ അത് ചിന്തിച്ച് നടപ്പാക്കേണ്ടിയിരുന്നു അത്.